Good morning, all of you. Today I am discussing about germplasm banks for ex situ conservation for species. ഇതിൽ നമ്മൾ പറയുന്നത് ജെംപ്ലാസത്തിനെ കുറിച്ചാണ്. അപ്പോൾ ജെംപ്ലാസം എന്താണെന്ന് നോക്കാം. Germplasm banks are the establishment concerned primarily with the conservation of the genetic material which may be lost through genetic erosion. In practice, germplasm is a plant part from which new plants can be generated. ഇതിൽ പറയുന്നത് ഒരു ജെനറ്റിക് ഇറോഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്ന ജെനറ്റിക് മെറ്റീരിയൽസിനെ സംരക്ഷിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സ്ഥാപനങ്ങളാണ് ജെംപ്ലാസം ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇതിൽ ജെംപ്ലാസം എന്താണെന്ന് നോക്കാം. ഒരു പുതിയ പ്ലാന്റിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ് പാർട്ടിനെയാണ് ജെംപ്ലാസം എന്ന് പറയുന്നത്. Currently, techniques of preservation have greatly increased the usefulness of germplasm banks. By application of tissue culture and cryopreservation techniques, most of the plants can be maintained in a viable state of very long period of time. ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പ്രിസർവേഷൻ ടെക്നിക്സുകളിലൊക്കെ യൂസ്ഫുൾനെസ് കൂടി വരികയാണ്. അപ്പോൾ അതിൽ രണ്ട് അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്, ടിഷ്യൂ കൾച്ചറും ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ഒരു വെരി ലോങ് പീരീഡ് ഓഫ് ടൈം വരെ നമുക്ക് റിമെയിൻ ചെയ്യാൻ കഴിയുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. ക്രയോ പ്രിസർവേഷൻ ടെക്നിക് ഈസ് ദി പ്രിസർവേഷൻ ഓഫ് ജെംപ്ലാസം അറ്റ് അൾട്രാ ലോ ടെമ്പറേച്ചർ ഓഫ് 196 degrees Celsius. At such a low temperature, biological activities to take place, cell division stop and genetic change would occur. It is especially important in the conservation of the vegetative propagating croplands. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒരു അൾട്രാ ലോ ടെമ്പറേച്ചർ 196 ഡിഗ്രി സെൽഷ്യസിൽ ഈ ജെംപ്ലാസം പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ലോ ടെമ്പറേച്ചറിൽ അതിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ആവുകയും സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവുകയും പിന്നീട് ആ ഒരു ഇതിന് പ്ലാന്റിന് ജെനറ്റിക് ചേഞ്ച് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതലായിട്ട് കൺസർവേഷൻ ഈ നടക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റിംഗ് ക്രോപ്പ് പ്ലാന്റ്സിലാണ്. ഇനി അടുത്തൊരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്. Tissue culture technique. Meristematic cell or small part of vegetative tissue are allowed to grow in a suitable nutrient medium to form small clumps called calluses. These calluses are preserved in a cool liquid nitrogen. They can remain viable over an ultimate period of time. They can take out and allowed to multiply as and when required. Often dried orthodox seeds with very low moisture content are stored in a cool liquid nitrogen at 196 degrees Celsius. The seeds can remain viable an almost infinity period of time, even for several centuries. ഇതിൽ പറയുന്നത് ഒരു സ്മോൾ പാർട്ട് ഓഫ് വെജിറ്റേറ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ അനുവദിക്കുകയും അങ്ങനെ ഗ്രോ ചെയ്ത് അത് ഫോം ചെയ്യുന്നതാണ് സ്മോൾ ക്ലംസ്. ഈ സ്മോൾ ക്ലംസിനെ പറയുന്ന പേരാണ് കാലൂസസ്. ഈ കാലൂസസ് ഒരു കൂൾ ലിക്വിഡ് നൈട്രജൻ, അതായത് 196 ഡിഗ്രി സെൽഷ്യസിലുള്ള കൂൾ ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂടുതലായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഡ്രൈ ഓർത്തഡോക്സ് സീഡ്സ്, വെരി ലോ മോയ്സ്ചർ കണ്ടന്റുള്ള ഡ്രൈ ഓർത്തഡോക്സ് സീഡ്സിലാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു സീഡ്സിന് ഒരു അൾട്ടിമേറ്റ് ടൈം പീരീഡ് വരെ റിമെയിൻ ചെയ്യാനും പിന്നീട് അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും കഴിയുന്നു. ഇങ്ങനെ ലിക്വിഡ് നൈട്രജനിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഈ ഒരു സീഡ്സിന് ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി പീരീഡ് വരെയും റിമെയിൻ ചെയ്യാൻ പറ്റും. അതല്ല, ഈവൻ സെവറൽ സെഞ്ചുറീസ് വരെ ഇതിന് റിമെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ കണ്ടീഷൻസിലാണ് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് വൺ ഈസ് വെൻ സ്പെസിഫിക് ജീനോടൈപ്പ് ഹാവ് ടു ബി സേവ്ഡ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീനോടൈപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ഈസ് വെൻ ദ സീഡ് പ്രോജനി ഈസ് ഹൈലി വേരിയബിൾ ആയിട്ടുള്ള സീഡ് പ്രോജൻസി. വെൻ തേർഡ് വൺ ഈസ് വെൻ ദി സീഡ് ആർ റിക്കാൾസിട്രൻ്റ് ആയിട്ടുള്ള സീഡ്സിൽ. ദി ഫിഫ്ത്ത് വൺ ഈസ് വെൻ സീഡ് ആർ ഓൾ ടുഗദർ ആബ്സെൻറ്റ്. ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലാണ് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയുന്നത് ടിഷ്യൂ കൾച്ചർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ഒരു കൺസർവേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്: ഫെസിലിറ്റി ടു ദി സ്റ്റോറേജ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ജീനോടൈപ്സ് ഇൻ എ വെരി സ്മോൾ ഏരിയ ഇൻ എ കൾച്ചർ വെസൽസ് അറ്റ് എൻ എക്സ്ട്രീംലി ലോ കോസ്റ്റ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെറിയൊരു സ്പേസിൽ ലാർജ് നമ്പർ ഓഫ് ജീനോടൈപ്സ് നമുക്ക് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് പ്രൊവൈഡ് എൻ എഫക്റ്റീവ് മീൻസ് ഫോർ മൾട്ടിപ്ലൈയിങ് endangered
species of plant and thereby enable their reintroduction to their original habitat where they have become lost. ഇതിൽ പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പ്ലാന്റ്സിനെ സംരക്ഷിക്കുകയും അതിന് നഷ്ടപ്പെട്ട അതിൻ്റെ ഒറിജിനൽ ഹാബിറ്റേറ്റ് റീഇൻട്രൊഡക്ഷന് സാധ്യമാക്കുകയും ഈ ഒരു ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത് നോക്കാം. Germplasm loss is a major concern in Asia, part of Africa, South Europe, and countries bordering the Mediterranean when antiquated cultivars are rapidly replaced by new varieties. With the loss of older cultivars, the traits and qualities possessed by them would get permanently lost. To avoid this, such plants can be conserved in a gene bank and germplasm banks. The International Board for Plant Genetic Resource, instituted in 1974 with its headquarters in Rome, is now playing the pivotal role in the conservation of endangered wild plants and cultivars. Under initiative, a chain of gene banks and germplasm banks have been set in the different parts of the world. ഇതിൽ പറയുന്നത് വെച്ചാൽ ഏഷ്യ, ആഫ്രിക്ക അങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ ജെംപ്ലാസം ലോസ്റ്റ് ആവുന്നത് ഒരു മേജർ കൺസേൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓൾഡ് ആയിട്ടുള്ള കൾട്ടിവേഴ്സ് പെട്ടെന്ന് തന്നെ അവർ ചേഞ്ച് ചെയ്ത് ന്യൂ കൾട്ടിവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൾഡ് ആയിട്ടുള്ള കൾട്ടിവേഴ്സിലുള്ള ട്രെയ്റ്റ്സും ക്വാളിറ്റീസും ഒക്കെ ലോസ്റ്റ് ആവും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീൻ ബാഗ്, ജെംപ്ലാസം ബാങ്ക്സ് അതിലൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ 1974 ഇവരൊരു ഇൻ്റർനാഷണൽ ബോർഡ് ഫോർ പ്ലാന്റ് ജെനറ്റിക് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോം ആസ്ഥാനമാക്കിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സംരക്ഷണത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും വംശനാശ ഭീഷണി നേരിടുന്ന ഇങ്ങനെയുള്ള വന്യസസ്യഭാഗങ്ങളെയും അതുപോലെ തന്നെ കൃഷികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് കുറേ ലോകമെമ്പാടും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ജെംപ്ലാസം ബാങ്ക്സ് അതുപോലെ തന്നെ ഈ ജീൻ ബാങ്ക് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ജീൻ ബാങ്കും ജെംപ്ലാസം ബാങ്ക്സിനൊക്കെ ഉള്ള എക്സാമ്പിൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജെംപ്ലാസം ബാങ്ക്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.